ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ടെറഡ് എക്സ്പെഡിഷൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ എനർജി എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു എനർജിയിലാണോ നിങ്ങൾ ഓൾറെഡി നിൽക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ഇത് തന്നെയാണെന്ന് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു ക്യാരക്ടർ ആണോ ഉള്ളത് നിങ്ങളുടെ സ്പൗസിന്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിക്ക്, അഥവാ നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ വൈബ്രേഷൻ എന്താണ്, എനർജി എന്താണ്, അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ സിംഗിൾസ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ എന്നോട് വീഡിയോ ചെയ്യാൻ ചോദിച്ചത് കൊണ്ട് സിംഗിൾസിനും അതുപോലെ തന്നെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഒരുപോലെ ഉപയോഗപ്രദമാകുന്ന വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് പൈല് പൈറൈറ്റ് ബ്രേസ്ലെറ്റ് ആണ് ഞാൻ വെച്ചിട്ടുള്ളത്. സെക്കൻഡ് പൈല് നമ്മുടെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള, എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള അക്വാമറൈൻ ബ്രേസ്ലെറ്റ് ആണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എനർജി കൊണ്ടുവരാം. നിങ്ങളുടെ ഇപ്പൊ പ്രസന്റ്ലി നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി ആരാണോ അവരുടെ എനർജി കൊണ്ടുവരാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണറിന്റെ വൈബ്രേഷൻ അറിയണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ രണ്ട് ബ്രേസ്ലെറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ബ്രേസ്ലെറ്റ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് പൈലായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് പൈറൈറ്റ് ആണ്. പൈറൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര അബണ്ടന്റ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലാണ്. പലപ്പോഴും ഇതിനെ ഫൂൾസ് ഗോൾഡ് എന്നാണ് പറയുന്നത്. കാരണം പൈസ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഏറ്റവും കൂടുതൽ തരുന്നത് പൈറൈറ്റ് ആണ്. ആൻഡ് ഈ ഒരു ഇത് നമുക്ക് പ്രൊട്ടക്ഷൻ തരും. അതുപോലെ ഇത് ബ്രേസ്ലെറ്റ് ഫോമിൽ ധരിക്കുന്നതിനേക്കാളും ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് അമെത്തസ് ക്ലസ്റ്റർ ആണ്. അപ്പൊ അതുപോലുള്ള ക്ലസ്റ്റർ ഫോമിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി അബണ്ടൻസിന് നല്ലത്. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവാൻ, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് പോസിറ്റിവിറ്റിയും നല്ല ഓപ്പർച്യൂണിറ്റിയും കിട്ടാനാണ്, ഹൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ നിങ്ങൾക്ക് പൈറൈറ്റിന് പോകാവുന്നതാണ്. പൈറൈറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ്. മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിൽ വന്നു ചേരാൻ പൈറൈറ്റ് നമ്മളെ സഹായിക്കും. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് പൈലായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് അക്വാമറൈൻ ബ്രേസ്ലെറ്റ് ആണ്. ഇതെന്ന് പറയുന്നത് പെയിൽ ആയിട്ടുള്ള ഒരു സ്കൈ ബ്ലൂയിഷ് കളറാണ്. നിങ്ങളുടെ സോഡിയാക് സൈൻ ലിബ്രയാണ്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ജം സ്റ്റോൺ നോക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ ബ്ലൂ സഫയർ ആണ് പറയുന്നത് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബ്ലൂ സഫയർ അഫോർഡബിൾ അല്ലെങ്കിൽ അക്വാമറൈന് പോകാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായമാണ്, ഞാൻ ഇട്ടിട്ട് എനിക്ക് ഒത്തിരി പോസിറ്റിവിറ്റി ഉണ്ടായ സ്റ്റോൺ ആണ് അക്വാമറൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ബ്രോങ്കൈറ്റിസ് അങ്ങനെയുള്ള ഇതുണ്ട്, പിന്നെ അടിക്കടി നമുക്ക് അസുഖം പിടിക്കുക, പനി വരിക, അങ്ങനത്തെ വേരിയസ് അലർജീസിൽ നിങ്ങൾ പെട്ട് കിടക്കുകയാണെങ്കിൽ അക്വാമറൈൻ ഒരു പരിധി വരെ നിങ്ങൾ അതിനെ സഹായിക്കും. അതുപോലെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഭയങ്കര ഹീലിംഗ് ആണ്. അതുപോലെ നമ്മുടെ ത്രോട്ട് ചക്രയെ അത് ഒത്തിരി ബെനിഫിറ്റ് ചെയ്യും. അക്വാമറൈൻ ടോട്ടലി ഒരു ഹീലിംഗ് സ്റ്റോൺ ആണ്. ഇപ്പൊ നമ്മൾ ടർക്കോയിസ് ബ്ലൂ എന്നത് നമുക്ക് ഹീലിംഗ് സ്റ്റോൺ ആണെന്ന് പറയുന്നത് പോലെ അക്വാമറൈനും നമുക്ക് ഒത്തിരി ഗുണം തരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ്. എക്സ്പെഷ്യലി ലിബ്രാസ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അക്വാമറൈൻ പോകാം. മറ്റുള്ളവർക്ക് പോകാൻ പറ്റില്ലെന്നല്ല, മറ്റുള്ളവർക്ക് ശ്വാസതടസ്സം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഹീലിംഗ് എനർജി, അത് വാട്ടർ എനർജിയാണ്. ആ ഒരു വെള്ളം നമ്മുടെ മേത്തേക്ക് വീഴുമ്പോൾ ഒന്ന് കുളിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഉണർവില്ലേ, ആ ഒരു കൈൻഡ് ഓഫ് രീതിയിലുള്ള എനർജിയാണ് അക്വാമറൈൻ നമുക്ക് തരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോൺ ആണ്. അതുപോലെ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ് അക്വാമറൈൻ. സെയിം എസ് ബ്ലൂ സഫയറിന്റെ വൈബ്രേഷൻ ആണ് ഈ ഒരു സ്റ്റോണിന് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബ്ലൂ സഫയർ ആണ് ധരിക്കേണ്ടത് എങ്കിൽ അത് നിങ്ങൾക്ക് പോസിബിൾ, അല്ലെങ്കിൽ ഗോ ഫോർ അക്വാമറൈൻ. ഭയങ്കര ഒരു റൈറ്റ് ചോയ്സ് ആണ്. ഹെൽത്ത് ബെനിഫിറ്റ്സ് ഭയങ്കരമാണ് അക്വാമറൈനിൽ. അതുപോലെ തന്നെ ത്രോട്ട് ചക്ര, കമ്മ്യൂണിക്കേഷൻസ്, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങള്, അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്കൊരു കാര്യം പഠിച്ചെടുക്കണം, മന്ത്രാസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കണം, പ്രസംഗിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ടീച്ചറാണ്, നമുക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്നൊക്കെയുള്ള ഒരു ഇതുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റൊരാളിൽ എത്തണം, അത് നമ്മൾ ആ ഒരു മേഖലയിൽ നമ്മൾ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അക്വാമറൈന് പോകാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ. നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോൺ സെൻസ് എലഗൻസ് ബൈ ടെറഡ് എക്സ്പെഡിഷൻ എന്ന സൈറ്റിൽ നിന്ന് മേടിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ വൈബ്രേഷൻ എന്താണ് എന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നിങ്ങൾ പൈൽ സെലക്ട് ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. ഹായ് ഗായ്സ്, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പൈലായിട്ടുള്ള നമ്മുടെ പൈറൈറ്റ് സ്റ്റോണിനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ വൈബ്രേഷൻ എന്താണ് എന്നറിയാനാണ് നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളതെങ്കിൽ എന്തൊക്കെ മെസ്സേജ് ആണ് ഏഞ്ചൽസ് നമുക്ക് തരുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ വൈബ്രേഷനിലിരിക്കുക, അവരെ ആലോചിക്കുക.
എന്തൊക്കെ വൈബ്രേഷനാണ് നമുക്ക് നോക്കാൻ കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഗൈസ്, ഇതൊരു ജനറലൈസ്ഡ് കളക്റ്റീവ് റീഡിങ്സ് ആണ്. സോ ഇതിനകത്ത് എല്ലാ ക്വാളിറ്റിയും നിങ്ങളുടെ പേഴ്സൻ്റെ തന്നെ വരില്ല. പ്ലീസ് ഗൈസ്, നിങ്ങളുടെ പേഴ്സൻ്റേതായിട്ടുള്ള ചുരുക്കം ക്വാളിറ്റീസ് ആയിരിക്കും, വളരെ കുറച്ച് ക്വാളിറ്റീസ് ആയിരിക്കും നമുക്ക് ഇതിനകത്ത് കിട്ടുക. ഫുൾ ക്വാളിറ്റീസും മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കൺഫേം നിങ്ങളുടെ ആള് ഇത് തന്നെയാണ്. ഓക്കെ, പ്ലീസ് ശ്രദ്ധിച്ച് കേൾക്കുക. ഇറ്റ്സ് എ കളക്റ്റീവ് റീഡിങ്, സോ കളക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ എടുക്കുക. ഓക്കെ, ആദ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് പേജ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ദ എംപറർ. ഓക്കെ, നൈസ്. നൈറ്റ് ഓഫ് വാൻഡ്സ് എനർജി കിട്ടിയിട്ടുണ്ട്. ആൻഡ് കിങ് ഓഫ് കപ്സ്. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം റൊമാൻറ്റിക് എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. എനിക്ക് എംപറർ എനർജിയിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഭയങ്കര ജസ്റ്റിസ് കൊടുക്കുന്ന ഒരാളായിരിക്കും. എനിക്ക് തോന്നുന്നു ഫെയർ സ്കിൻ ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ. എംപറർ എനർജിയിൽ മാത്രം ഇച്ചിരി ഒരു ഡസ്കി സ്കിൻ കാണിക്കുന്നുണ്ടെങ്കിലും ബാക്കി നമുക്ക് കിട്ടിയ കാർഡ്സിലൊക്കെ ഫെയർ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഓവറോൾ എനിക്കൊരു ഫെയർ സ്കിൻ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സൺ ഏജ്ഡ് ആണെങ്കിൽ ചിലപ്പോൾ ഡസ്കി സ്കിൻ ആയിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്ന ഈ ഒരു പേഴ്സൺ വളരെയധികം ജസ്റ്റിസിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചാൽ ഈ ഒരു പേഴ്സൻ്റെതായിട്ടുള്ള നിലപാടുകൾ ഉണ്ടായിരിക്കും. ആ നിലപാടിൽ നിന്ന് മാറാൻ ഈ ഒരു വ്യക്തിക്ക് ഹി ഓർ ഷീ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. വളരെ നല്ല ഫയർ എനർജി ഉള്ള വൈബ്രേഷനിലുള്ള വ്യക്തികളായിരിക്കും. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സ്വന്തമായിട്ട് സെൽഫായിട്ട് ഡിസിഷൻ എടുക്കുക, സെൽഫായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കുക, നല്ലൊരു കരിയറിലിരിക്കുക, മൈ മണി എന്ന ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു നേച്ചർ ഈ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കും. അത് വച്ചടി കയറ്റം ഉണ്ടാകണം എന്നുള്ള, ഗ്രോത്ത് ഉണ്ടാകണം എന്നുള്ള ഡിസയർ ഈ ഒരു പേഴ്സൺ വളരെ കൂടുതലായിരിക്കും. ആൻഡ് മെയിൻലി എംപറർ എനർജിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഇപ്പൊ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തു എന്ന് അവരോട് പോയി പറഞ്ഞാലും അവർ ചിലപ്പോൾ അവരുടെ കണ്ണുകൊണ്ട് കാണാതെ, അല്ലെങ്കിൽ ഈവൻ ശരിക്കും അത് സംഭവിച്ചതാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടാതെ അവരൊരിക്കലും വിശ്വസിക്കില്ല. അങ്ങനത്തെ ഒരു എനർജി ആയിരിക്കും ഈ ഒരു പേഴ്സണുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ പലപ്പോഴും നിങ്ങളുടെ പാസ്റ്റ് ട്രോമാസിനെ അല്ലെങ്കിൽ ഈവൻ പാസ്റ്റ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുപോലെ തന്നെ ഹി ഓർ ഷീ വളരെയധികം റൊമാൻറ്റിക് ലൈഫ് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും. ഫ്ലേട്ടിങ് എന്നത് വളരെ ഇഷ്ടമുള്ള കാര്യം, പഞ്ചാര അടിക്കുക എന്നത് വളരെ ഇഷ്ടമുള്ളതായിരിക്കും. ഇങ്ങോട്ട് കിട്ടാനും ഇഷ്ടമാണ്, അങ്ങോട്ടേക്ക് കൊടുക്കാനും ഇഷ്ടമാണ്. നിക് നെയിംസ് ഇട്ട് വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു നേച്ചർ ആയിരിക്കാം ഈ ഒരു പേഴ്സൻ്റേത്. അതുപോലെ പുറമേ ഉള്ള ആൾക്കാരുടെ അടുത്ത് ഭയങ്കര സൂപ്പർ ക്യാരക്ടർ ആയിരിക്കും. പുറമേ ഉള്ളവർക്കൊന്നും ഇവരെ കുറിച്ച് യാതൊരു തെറ്റും പറയാനുണ്ടാവില്ല. അത്രത്തോളം ലൈറ്റ് ആയിട്ട് കൈൻഡ് ഹാർട്ടഡ് ആയിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. ശരിയാണ്, പുറമേ നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ലതാണെന്ന് തോന്നും. അവരുടെ അപ്പിയറൻസും പേഴ്സണാലിറ്റിയും കൈൻഡ് ഓഫ് നല്ലൊരു ഹൈ വൈബ്രേഷൻ ആയിരിക്കും. എല്ലാവരോടും ഫ്രണ്ട്ഷിപ്പ് കൂടാൻ താല്പര്യമുള്ള വ്യക്തിയായിരിക്കും. കുറച്ച് ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ അടുത്ത് മാത്രമായിരിക്കും ആ ഒരു പേഴ്സന്റെ ആ ഒരു വേറൊരു ഫേസ്, വേറൊരു മുഖം കാണിക്കുക. ബാക്കി എല്ലാവരുടെ ഈ ഒരു പേഴ്സൺ വളരെ ഹലോ റിലേഷൻഷിപ്പ് വയ്ക്കുന്ന, വളരെയധികം ഫ്രണ്ട്ഷിപ്പ് ഉള്ള, നൈറ്റ് ഓഫ് കപ്സ് എനർജിയിൽ ജോളി ആയിട്ട് നിൽക്കുന്ന, ടെൻസ്ഡ് അല്ലാത്ത, ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഇപ്പൊ ചോദിക്കുമ്പോൾ അയ്യോ ആ ഒരു പേഴ്സൺ എപ്പോഴും ഹാപ്പിയാണ്, കൂളാണ്, ചാമിങ് ആണ്, പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആളാണ് ഹി ഓർ ഷീ എന്ന് പറയും. പക്ഷെ നമുക്കായിരിക്കും ഈ ഒരു പേഴ്സന്റെ ഒറിജിനൽ സോൺ എന്താണെന്നും അയാൾ മേ ബി എന്തോരം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നും, അല്ലെങ്കിൽ ഒറിജിനലി അയാൾ എന്താണ്, അയാളുടെ ഉള്ളിൽ എന്താണുള്ളത്, അയാളുടെ ക്യാരക്ടർ എന്നറിയാം. അതായത് അയാളുടെ ക്ലോസ് നിൽക്കുന്ന ചുരുക്കം ചിലർക്ക് മാത്രമായിരിക്കും ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു പുരുഷനെ പറ്റി പ്രോപ്പർ ആയിട്ട് അറിയാതിരിക്കുക. അല്ലാതെ എല്ലാവർക്കും ഒന്നും ഒരു തുറന്ന പുസ്തകമാകാൻ അവർക്ക് താല്പര്യമില്ല. ഓക്കെ, പക്ഷെ എന്നാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നല്ല, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ മേ ബി പോപ്പുലാരിറ്റി ഉള്ള വ്യക്തിയായിരിക്കാം, ഫെയിം ഉള്ള വ്യക്തിയായിരിക്കാം. പക്ഷെ ഉള്ളിൽ ആ ഒരു ക്ലോസ് സർക്കിളിലുള്ളവർക്ക് മാത്രമേ ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ പ്രശ്നം പരിഹരിക്കാൻ വളരെയധികം മിടുക്കരായിരിക്കും നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നത് ലോ പോലെയുള്ള വക്കീല്, അങ്ങനത്തെ ഒക്കെ കരിയറിൽ, അല്ലെങ്കിൽ പോലീസ്മാൻ, മിലിറ്ററി, അങ്ങനത്തെ, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കരിയർ ഒക്കെ വെക്കുന്ന, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി, അങ്ങനെ ഒരു വൈബ്രേഷനിലെ വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ പാർട്ട്ണർ. അതുപോലെ തന്നെ ഐ തിങ്ക് ജേർണലിസം, എന്താണെങ്കിലും
ലോ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇപ്പൊ ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ പോലും നിയമം അങ്ങനെയല്ല, ഇങ്ങനെയാണ്, നിയമവശത്താൽ പോകൂ എന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലെങ്കിൽ നിയമത്തെക്കുറിച്ച് വളരെയധികം അറിവുള്ള, ഗ്രാഹ്യമുള്ള, അതനുസരിച്ച് നടക്കാൻ താല്പര്യപ്പെടുന്ന ഒരു സിറ്റിസൺ ആയിരിക്കാം ആ പേഴ്സൺ. ആൻഡ് ഈ ഒരു പേഴ്സൺ ഹെൽത്തിന് വളരെയധികം കെയർ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ നല്ല ഹൈറ്റ് ഉള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ വലിയൊരു മനുഷ്യൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സിനേറിയോ ഇനി കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ അവര് ഇച്ചിരി സൈസ് കൂടിയ വ്യക്തികളായിരിക്കാം. ഹെൽത്തിന് പ്രയോറിറ്റൈസ് ചെയ്യുന്നതായിരിക്കാം. ജിമ്മിലൊക്കെ പോകാൻ താല്പര്യപ്പെടുന്ന, അല്ലെങ്കിൽ തന്റെ ബോഡി ഫിറ്റ് ആക്കി വെക്കാൻ താല്പര്യപ്പെടുന്ന, അല്ലെങ്കിൽ ഡാൻസിങ് പോലെയുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ യോഗ, അല്ലെങ്കിൽ ജിമ്മ്, ഓട്ടം, അങ്ങനത്തെ രീതിയിൽ അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന, ഫിറ്റായി നിൽക്കുന്ന ഒരു സ്വഭാവം, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്ന വ്യക്തികൾ. ആൻഡ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പേഴ്സൺ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. തന്റെ മുഖത്ത് എപ്പോഴും ഒരു ചിരിയും കൊണ്ട് നടക്കുന്ന ഒരാളായിരിക്കാം. അതുപോലെ ഈ ലോകത്തുള്ള എല്ലാ വ്യക്തികളും എല്ലാ വ്യക്തികളിൽ നിന്നും ഐ തിങ്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട് എന്ന കൈൻഡ് ഓഫ് രീതിയിലുള്ള ഒരു എനർജിയിൽ ഇരിക്കുന്ന ഒരാളായിരിക്കും. കാരണം ബോട്ടം ഓഫ് ദ ഡെക്കിൽ എനിക്ക് കാണുന്നത് ക്യൂൻ ഓഫ് വോൺസ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഓപ്പർച്യൂണിറ്റിയും സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയിൽ നിന്നും, നമ്മൾ നിസ്സാരമായി കാണുന്ന എന്തിൽ നിന്നും നമുക്ക് എന്തൊക്കെയോ പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാം ഒരു പാഠമാണ് എന്നൊരു മൈൻഡ് സെറ്റ് നിൽക്കുന്ന ആളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഏറ്റവും താഴെ ആയിരിക്കാം ജോലി ചെയ്യുന്നുണ്ടാവുക, പക്ഷെ ആ ഒരു വ്യക്തി പോലും ഈ ഒരു പേഴ്സണിൽ വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കും, സംസാരിക്കാൻ കംഫർട്ടബിൾ ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും ഈ ഒരു പേഴ്സണെ കാര്യമായിരിക്കും. അങ്ങനത്തെ ഒരു മെന്റാലിറ്റി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബിഹേവിയർ ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവം കീപ്പപ്പ് ചെയ്യുന്ന ആളായിരിക്കാം ഈ ഒരു പേഴ്സൺ. അതുപോലെ തന്നെ തന്റെ ജീവിതത്തിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തനിക്ക് വേണ്ടി തന്നെ, തന്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി റൂൾസും റെഗുലേഷൻസും ഡയറ്റ് പ്ലാൻസും, ഇത്ര മണിക്ക് എഴുന്നേക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊരു ചിട്ടയായ രീതിയിൽ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഐ ഫീൽ സോ ഈ ഒരു പേഴ്സന്റെ കണ്ണുകൾ ചിലപ്പോൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വളരെയധികം ഭംഗിയുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കണ്ണുകൾ അവർ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നുണ്ടായിരിക്കാം. മേ ബി കളറുള്ള ലെൻസ് ഉപയോഗിക്കുന്നതോ, അല്ലെങ്കിൽ മേ ബി അവരുടെ അങ്ങനെ തറവലി ബ്ലാക്ക് ആയിരിക്കില്ല, ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള രീതിയിലുള്ള കളറായിരിക്കാം അവരുടെ കണ്ണിൻ്റെത്. എന്താണെങ്കിലും എനിക്ക് തോന്നുന്നത് കണ്ണ് വളരെ അട്രാക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ നോട്ടം, അല്ലെങ്കിൽ അവരുടെ കൈൻഡ് ഓഫ് ആ ഒരു രീതി വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും, നോക്കുന്ന രീതി എന്ന് കാണുന്നുണ്ട്. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നത് വിശ്വാസമായിരിക്കും. നിങ്ങൾ ട്രസ്റ്റ് വർത്ത് ആയിരിക്കണം, അല്ലെങ്കിൽ അവരുടേത് മാത്രമായിരിക്കണം എന്നുള്ളൊരു വൈബ്രേഷൻ ആയിരിക്കാം. ആൻഡ് നിങ്ങളിൽ കാണുന്നതും, അല്ലെങ്കിൽ നിങ്ങളുമായി കമ്മിറ്റ്മെന്റിന് അവർ തയ്യാറാകുന്നതും ഈ ഒരു ട്രസ്റ്റ് വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ തുറന്നു കേട്ടിട്ട് അവർക്ക് പറ്റും എന്നൊരു ഇമോഷൻ ഉള്ള ഒരു വ്യക്തി മാത്രമായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് കാര്യങ്ങളെ ഫുള്ളി ഓപ്പൺ ചെയ്ത് കേട്ടതിന് ശേഷം മാത്രമായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, പ്ലീസ്. ആൻഡ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ടെററ്റിനെ കുറിച്ച് പോലും അറിഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്കായിരിക്കും, ദിസ് കുഡ് ബി ദ വൺ, ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്കായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഒറ്റപ്പെടലുകൾ, അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്ട് ഇല്ലായ്മ, നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുന്ന ആ ഒരു സ്റ്റേജ് ഒക്കെ മാറിയിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രണയത്തിന്റെ വൈബ്രേഷനിലേക്ക് നിങ്ങൾ വീഴുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ റിലേഷൻഷിപ്പുകളിലേക്ക് പോകാൻ പേടിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് താല്പര്യമുണ്ടാവില്ല. നിങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്കുള്ള ഒരു ഐസൊലേറ്റഡ് ലൈഫ് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളായിരുന്നിരിക്കാം. പക്ഷെ ഈ ഒരു പേഴ്സൺ, ഈ ഒരു വ്യക്തി, ഹി ഓർ ഷീ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ താല്പര്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അതിനുള്ള സമയമാകുമ്പോൾ നിങ്ങൾ മെല്ലെ മെല്ലെ അങ്ങനെയുള്ള ഒരു ഡിസയറിലേക്ക് പോകും. ആൻഡ് ആരൊക്കെയും നിങ്ങളെ കംപ്ലീറ്റ് ചെയ്യാൻ ഉണ്ട് എന്ന ഒരു തോന്നല്, അതായത് പ്രണയത്തിൽ എന്താണ് ബിലീഫ്സ് നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങൾ അതിൽ വിശ്വസിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണാൻ തുടങ്ങും. റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും, അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള കപ്പിൾസ് നിങ്ങളുടെ മുന്നിൽ കൂടെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എനിക്കും ആ ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റിയെങ്കിൽ എന്നൊരു രീതിയിലുള്ള തോട്ട് വരും, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് റൊമാൻറ്റിക് ഫിലിംസ്, റൊമാൻറ്റിക് സോങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വരും. പ്രപ്പോസിങ്ങുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. സോ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിലാക്കുക, എല്ലാവർക്കും ട്വിൻ ഫ്ലെയിം റിയൂണിയൻ പോസിബിൾ ആണ്, അല്ലെങ്കിൽ
റീഇൻകാർണേഷൻ പോസിബിൾ ആണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മെജോറിറ്റി ഓഫ് നിങ്ങൾ ഫസ്റ്റ് ഫൈലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ പാർട്ട്ണർ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആകാൻ പോകുന്ന വ്യക്തി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം വൈബ്രേഷനിൽ വരുന്ന ഒരാളായിരിക്കാം. അതുപോലെ എനിക്ക് തോന്നുന്നു ഒരു റിലാക്സ്ഡ് ലവ് എനർജി ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്കെല്ലാം ഈ ഒരു പേഴ്സൺ സപ്പോർട്ട് തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സണെ നിങ്ങൾ റെസ്ട്രിക്റ്റഡ് ആക്കാൻ നിൽക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ജീവിതം ഒരു ഡിസിപ്ലിൻഡ് മാനറിൽ കൊണ്ടുപോകുന്നത് അവർ തന്നെ റെസ്ട്രിക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പക്ഷെ അവർക്ക് അവരെ റെസ്ട്രിക്ട് ചെയ്യാം. മറ്റൊരാൾ അവർ റെസ്ട്രിക്ട് ചെയ്യുന്നതോ അവരുടെ കാര്യം ഇങ്ങനെയല്ല അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതോ ഇവൻ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അവർക്ക് ടോളറേറ്റബിൾ അല്ല. ഒന്നുകിൽ അവർ ഓപ്പൺ ആയിട്ട് നമ്മളെ അടുത്ത് പറയും ഇറ്റ്സ് നോട്ട് ഫെയർ, എൻ്റെ ലൈഫാണ്, ഐ വാണ്ട് ടു ഡു ദിസ്, എനിക്കിത് ചെയ്യണം, എനിക്കത് ചെയ്യണം, അത് പറയണ്ട എന്ന് പറയും. അല്ലെങ്കിൽ അവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു ചെവി കൂടി കേട്ട് മറ്റു ചെവി കൂടി കളയും. നമ്മൾ എന്നത് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, പക്ഷെ നമ്മൾ ഭരിക്കാനാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നതെങ്കിൽ ബുദ്ധിമുട്ടുമാകും. ആ ഒരു വ്യക്തിയെ ആ വ്യക്തിയുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പറത്തിവിടുക, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫ് ജീവിക്കാനുള്ള ആ ഒരു അധികാരം, ആ ഫ്രീഡം അവർക്ക് തന്നെ കൊടുക്കുക. ആ ഫ്രീഡം നിങ്ങളാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഒരു പരിധിവരെ ഇവർ നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ആയിപ്പോകും. ബിക്കോസ് അവർക്കത് ടോളറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ലോയൽ ആയിരിക്കും, ട്രസ്റ്റ് വർത്ത് ആയിരിക്കും, നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ആൾ തന്നെ ആയിരിക്കും എത്ര അകലെയാണെങ്കിലും. പക്ഷേ നിങ്ങൾ നിബന്ധനകൾ വെക്കുന്നുണ്ടെങ്കിൽ അത് ഈ റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടും പിരിമുറുക്കങ്ങളും ഉണ്ടാക്കും. ആൻഡ് ഈ വ്യക്തി ഒത്തിരി ബാക്ക് സ്റ്റാബിങ് അനുഭവിച്ചിട്ടുള്ള ആളായിരിക്കും. അല്ലെങ്കിൽ മേ ബി പാസ്റ്റ് ലൈഫിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പെയോ ഈ ഒരു പേഴ്സൺ 8 of Cups ബോട്ടം ഓഫ് ദ ഡെക്കിൽ വന്നിട്ടുള്ളത് അടുത്ത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ഒരു പേഴ്സൺ ചീറ്റിങ്ങോ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ നിങ്ങളെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ചീറ്റിംഗ് എനർജി കാണുന്നുണ്ട്. അത് ഈ ഒരു വ്യക്തി ചതിച്ചതായിരിക്കില്ല, പക്ഷെ ഈ ഒരു പേഴ്സൺ ചീറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ബിക്കോസ് ഓഫ് ഈ ഒരു പേഴ്സൺ ആ ഒരു പെയിനിലേക്ക് തള്ളപ്പെടണം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കണം. ഈ ഒരു പേഴ്സൺ ഒരു കാർമിക് സൈക്കിൾ ഉണ്ട്. അപ്പൊ ആ ഒരു കാർമിക് സൈക്കിൾ കഴിഞ്ഞിട്ട് മാത്രമേ ഈ ഒരു പേഴ്സൺ ഈ പേഴ്സൻ്റെതായിട്ടുള്ള ജീവിത സത്യം പറഞ്ഞാൽ ഒന്നിൽ കൂടുതലോ കാർമിക് ലെസൺസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. ആ ഒരു സൈക്കിൾ ഇതുവരെ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് റീച്ച് ഔട്ട് ആവില്ല. ഇവൻ നിങ്ങൾ മാരേജ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് ഡിലേഡ് ആയിപ്പോവും. ആൻഡ് ഓക്കെ, ഐ തിങ്ക് 6 of Cups. ആൻഡ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ആളായിരിക്കാം. അതുപോലെ വളരെ ലോയൽ ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. അതുപോലെ പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കാം. ഈ ഒരു പേഴ്സന്റെ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കാം. മറ്റുള്ളവരെ സഹായിക്കുന്നത് ഐ തിങ്ക് ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ഇഷ്ടമുള്ള കാര്യമായിരിക്കാം. എക്സ്പെഷ്യലി ഡോഗ് എനർജി. ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഇപ്പോൾ കേതു ഫേസിലൂടെ കടന്നു പോകുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് രാഹു ഫേസിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് സ്പിരിച്വൽ അവേക്കനിങ് ടൈം ആയിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് പെറ്റ്സിനെ വളരെയധികം ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചീറ്റിംഗ് എനർജി അല്ലെങ്കിൽ ഹാർട്ട് ബ്രേക്കിംഗ് എനർജി ചിലപ്പോൾ ആ ഒരു പേഴ്സൺ സ്നേഹിച്ചിരുന്ന ആ ഒരു പേഴ്സന്റെ പെറ്റ് നഷ്ടപ്പെട്ടു പോയ എനർജിയും ആയിരിക്കാം. മേ ബി അത് കാരണം ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഒരു ട്രോമ അല്ലെങ്കിൽ ഇംബാലൻസ് ഉണ്ടായിരിക്കാം. എപ്പോഴും മനുഷ്യർ തന്നെ ആ ഒരു ചീറ്റിംഗ് എനർജി അല്ലെങ്കിൽ വേർപാട് എനർജിയിൽ മനുഷ്യൻ കാരണം തന്നെ ആയിരിക്കില്ല. നമ്മൾ നമ്മുടെ അരികത്ത് നമ്മുടെ ഹൃദയത്തിനടുത്തേക്ക് ചേർത്ത് വെക്കുന്ന പല കാര്യങ്ങൾ കാരണവും നമുക്ക് ബുദ്ധിമുട്ടുകളും ട്രോമാസും ഉണ്ടായേക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അങ്ങനെയുള്ള എനർജിയിലും ട്രോമറ്റൈസ്ഡ് ആകാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് പെറ്റ്സിനെ വളരെ അധികം താല്പര്യമുള്ള എനർജി കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു പേഴ്സൺ എന്തായാലും വൂണ്ടഡ് ആയി കഴിഞ്ഞതിന് ശേഷം ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കണം നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യുക. ആൻഡ് ഈ ഒരു വ്യക്തിക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വളരെയധികം ഇഷ്ടമുള്ളതായിരിക്കും. അതായത് ഇടയ്ക്കിടയ്ക്ക് ഹെയർ കട്ട് ചെയ്യുക, നമ്മുടെ ലുക്സ് ഒക്കെ ഒന്ന് മാറ്റുക, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരിടത്ത് അടുക്കി വെച്ച സാധനം അപ്പുറത്തെ സ്ഥലത്ത് നാളെ അടുക്കി വെക്കുക, അങ്ങനത്തെ ഒരു എനർജി, ഒരു കൈൻഡ് ഓഫ് ഇന്നർ ചൈൽഡ് എനർജി, എപ്പോഴും അടുക്കി വെക്കുന്ന കൈൻഡ് ഓഫ് ഒരു എനർജി, അല്ലെങ്കിൽ എപ്പോഴും ഒരു കുഞ്ഞു കുഞ്ഞു ചേഞ്ച് വേണമെന്നുള്ളൊരു എനർജി കാണിക്കുന്നുണ്ട്.
ആൻഡ് അതുപോലെ തന്നെ നിങ്ങളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളും മാറ്റങ്ങളും അവർ ശ്രദ്ധിക്കും. നിങ്ങളുടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും മാറ്റങ്ങളും അവർക്ക് വളരെയധികം ഇഷ്ടമായിരിക്കും. കാരണം ഒരു ലോങ് ടേമിൽ നിങ്ങൾ ഒരേ ഹെയർ സ്റ്റൈലിൽ തന്നെ നിൽക്കാതെ നിങ്ങൾ വേറെ വേറെ ഹെയർ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളെ സെൽഫ് കെയർ ചെയ്യുക, നിങ്ങളൊന്ന് വ്യത്യാസപ്പെടുത്തുക, അതൊക്കെ അവർക്ക് വളരെയധികം ഇഷ്ടമായിരിക്കും. അവരുടെ ഫോൺ ചേഞ്ച് ചെയ്യുന്നത് അവർക്ക് വളരെ ഇഷ്ടമായിരിക്കും. മേ ബി അവരുടെ കാർ ചേഞ്ച് ചെയ്യുന്നത് ഇഷ്ടമായിരിക്കും. ഡ്രസ്സിങ് സ്റ്റൈൽ, അങ്ങനെ ഈ കുഞ്ഞു 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 കാര്യങ്ങൾ, കളർ മാറ്റുക, ഇതിന്റെ ഭംഗി നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇവർ ഭയങ്കര അധികം എൻജോയ് ചെയ്യും. ചിലപ്പോൾ മേ ബി അവരുടെ ഹോബി എന്ന് പറയുന്നത് അതായിരിക്കാം. ആൻഡ് ഈ ഒരു പേഴ്സൺ ഒപ്റ്റിമിസ്റ്റിക് ആണ്, അതുപോലെ തന്നെ അഡ്വഞ്ചറസും ആണ്. എപ്പോഴും മൂവ്മെന്റിൽ ഇരിക്കാനായിരിക്കും താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യാൻ, പാർട്ടി ആനിമൽ ആയിരിക്കാം, പാർട്ടിക്ക് പോകാൻ ഒക്കെ ഒരു അടിച്ചു പൊളിച്ച് നടക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് രീതി ആയിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ വളരെയധികം ബ്ലെസ്ഡ് ആണ്. അതുപോലെ ഈ പേഴ്സണൽ സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ടായിരിക്കും. ഈ ഒരു പേഴ്സണെ ഗൈഡ് ചെയ്യുന്ന ഒത്തിരി ആത്മവിശ്വാസമുള്ള ഒരു എനർജിയാണ് കാണുന്നത്. കാരണം ഈ ഒരു പേഴ്സന്റെ ജീവിതത്തിൽ ഡിഫിക്കൽട്ടീസ് വന്നിട്ടുണ്ടാവാം, പക്ഷെ ബിക്കോസ് ഓഫ് ദ സ്പിരിറ്റ് ഗൈഡ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഈ പേഴ്സൻ്റെതായിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡിനെ നന്നായി അറിയുന്നുണ്ട്, അതിനെ കേൾക്കുന്നത് കൊണ്ട് ഈ പേഴ്സന്റെ പാത്ത് എല്ലാം വളരെയധികം ബാലൻസ്ഡ് ആയിട്ടുള്ള പാത്ത് ആയിരിക്കും എന്നാണ് കാണുന്നത്. ഓൾറെഡി ഈ ഒരു പേഴ്സന്റെ വീട്ടിലെ ആരെങ്കിലും പെറ്റോ, നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഡോഗ് എനർജി കാണുന്നുണ്ട്, പെറ്റോ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ട് ഈ ഒരു പേഴ്സണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും ലക്കിലി പെർഫെക്റ്റ് ആകുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ അത് ശരിയാകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. സോ ഭയങ്കരമായിട്ട് ഏഞ്ചൽസ് സപ്പോർട്ട് ചെയ്യുന്ന, സ്പിരിറ്റ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് എനർജി ഉള്ളൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഈ ഒരു പേഴ്സണെ കാണാൻ പറ്റുന്നത്. ചിലപ്പോഴൊക്കെ ചില ആൾക്കാർക്ക് ഏഞ്ചൽസ് ഗൈഡ് ചെയ്താൽ പോലും അത് എന്താണ് ഗൈഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാവില്ല. പക്ഷെ ഈ ഒരു പേഴ്സൺ ലീപ്പ് ഓഫ് ഫെയ്ത്ത് വെച്ച് പോകുന്ന ആളാണ്. അതായത് വരുന്നിടത്ത് വെച്ച് കാണാം, ഞാൻ അതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും എന്നൊരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ആൻഡ് സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒത്തിരി ഗ്രാഹ്യമുള്ള ആളായിരിക്കാം. ചിലപ്പോൾ തെറവലി മെറ്റീരിയലിസ്റ്റിക് ലൈഫ് ലീഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും നമ്മുടെ വേരെന്താണ്, നമ്മുടെ അടിത്തറ എന്താണ്, നമ്മുടെ ഗ്രന്ഥങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഞാൻ വന്ന വഴി ഏതാണ് എന്നെപ്പോഴും ഓർമ്മയുള്ള ഒരു വ്യക്തിയായിരിക്കാം. പലപ്പോഴും ന്യായത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആൻഡ് എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സൺ ഈ ഒരു വൈബ്രേഷനിൽ വളരെയധികം നിൽക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ള കൈൻഡ് ഓഫ് സോൾസ് ഈ ഒരു പേഴ്സണെ വളരെയധികം അട്രാക്ട് ചെയ്യും. ആൻഡ് സ്പിരിച്വലി നിൽക്കുന്ന ആൾക്കാർക്കും മെറ്റീരിയലിസ്റ്റിക്കലി നിൽക്കുന്ന ആൾക്കാർക്കും ഈ ഒരു പേഴ്സന്റെ വൈബ്രേഷൻ വളരെയധികം ഇഷ്ടപ്പെടും. ഓക്കെ. ആൻഡ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ ഫെയിം ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും, ലൈഫിൽ എൻജോയ്മെന്റ് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കാം, ആൻഡ് ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം, നല്ല നല്ല ക്ലോത്ത്സ് ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കാം എന്ന് കാണുന്നുണ്ട്. ഫിലിം ഫീൽഡിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് സോഷ്യൽ മീഡിയ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളായിരിക്കാം. അല്ലെങ്കിൽ ഐ തിങ്ക് ഈ ഒരു പേഴ്സന്റെ നമ്പർ എന്ന് പറയുന്നത് ഡെസ്റ്റിനി നമ്പർ 6-4 വൈബ്രേഷനോ കണ്ടോ, 6-4 അല്ലെങ്കിൽ 5 വൈബ്രേഷനോ ആയിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു എനർജി വൈബ്രേഷൻ. അപ്പൊ നിങ്ങൾക്ക് ഫർദർ മോർ ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയുമായിട്ട് നിങ്ങൾക്ക് റെസോണേറ്റ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. ഈ ഒരു പേഴ്സൺ ആണോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഫർദർ മോർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാം. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം, അല്ലെങ്കിൽ സെക്കൻഡ് പൈലിൽ കാണാം. ബൈ. ഹായ് ഗൈസ്, അപ്പൊ നിങ്ങൾ സെക്കൻഡ് ഫയലായിട്ടുള്ള നമ്മുടെ അക്വാമറൈൻ ബ്രേസ്ലെറ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ വൈബ്രേഷൻ എന്താണ് ടുവേർഡ്സ് യു, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് യൂണിവേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ. വളരെയധികം എനിക്ക് തോന്നുന്നു എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള, വളരെ ഉന്മേഷമായിട്ടുള്ള ഒരു എനർജി ഉള്ള വ്യക്തിയായിരിക്കും. ഒന്നുകിൽ ഫുൾ ഓഫ് ഹൈ എനർജി ഉള്ള വ്യക്തിയായിരിക്കും, ഇല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഫുൾ ഓഫ് ലോ എനർജി ഉള്ള വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് നിങ്ങളുടെ സ്വഭാവം എന്താണോ തികച്ചും അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു പേഴ്സൺ എന്നുള്ളത്. അതായത് നിങ്ങൾ വളരെയധികം സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒന്നും സംസാരിക്കാത്ത വ്യക്തിയായിരിക്കും. നിങ്ങൾ ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള, ആരോടും സംസാരിക്കാത്ത, ഐസോലേറ്റഡ് ആയിട്ടുള്ള രീതി നിൽക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഫയർ എനർജിയിലുള്ള ആളായിരിക്കും,
തുള്ളിച്ചാടി രസിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും, റിസ്ക് എടുക്കാൻ ഏറ്റെടുക്കുന്ന ആളായിരിക്കും. അതുപോലെ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ആളായിരിക്കും. നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിലും ട്രമെൻഡസ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ വരുന്ന ഒരു കൈൻഡ് ഓഫ് രീതിയാണ് കാണുന്നത്. എനിക്ക് മനസ്സിലാവുന്ന കുറച്ചും കൂടി ഒരു ഫാഷനബിൾ ആയിട്ടുള്ള രീതിയിൽ, ഇപ്പൊ എത്ര ഏജ് ആയാലും ചെറുപ്പം ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. മുടിയൊക്കെ കളർ ചെയ്തിട്ട് ഇപ്പോ വൈറ്റ് ഹെയർ ആണെങ്കിൽ പോലും അതിനെ ഗോൾഡൻ ആക്കി നടക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ഇല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഒരു ബ്രൗണിഷ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു വൈറ്റ് ഷെയ്ഡഡ് ഹെയർ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഷെയ്ഡഡ് ഹെയർ മതി, അതിൽ താല്പര്യമുള്ള ഒരാളായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് മെജോറിറ്റി എനിക്ക് മനസ്സിലാവുന്ന ഒരു ബ്രൗണിഷ് ഹെയർ താല്പര്യപ്പെടുന്നു, അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും, നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ വൈറ്റ് ഹെയർ അവിടെ ഇവിടെ മുടിയിൽ കാണാൻ പറ്റും, ഹെയറിൽ വൈറ്റ് ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വളരെയധികം ഫയർ എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഫയർ സോഡിയാക് സൈനിൽ വരുന്ന ആൾക്കാരായിരിക്കാം. മെയിൻലി ഐ തിങ്ക് സജിറ്റേറിയസ് ഭയങ്കര ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ സജിറ്റേറിയസ് സോഡിയാക് സൈന് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഐ തിങ്ക് ഏരിസ്, അല്ലെങ്കിൽ ഐ തിങ്ക് ലിയോ എനർജി ഭയങ്കരമായിരിക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റ് ഓഫ് ബർത്ത് March 21 April 19 July 23 to August 22 ഇടയ്ക്കോ, അല്ലെങ്കിൽ ഐ തിങ്ക് സജിറ്റേറിയസ് November 22 to December 21 അതിനിടയ്ക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റ് ഓഫ് ബർത്ത് ആകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആൻഡ് അതുപോലെ എനിക്ക് മനസ്സിലാവുന്നു നിങ്ങൾ രണ്ടുപേരും ഫയർ സൈൻ ആണെങ്കിൽ ഭയങ്കര കോമ്പാറ്റബിൾ ആയിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഫയറും പിന്നെ നിങ്ങൾ എയർ സൈൻ, അതായത് ജെമിനി, ലിബ്ര, അക്വേറിയസ് അതിലേക്കാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ബ്ലെൻഡ് ആകുന്ന, നിങ്ങളുടെ പേഴ്സൺ ഉയർച്ച ഉണ്ടാകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് വളരെയധികം കോമ്പാറ്റബിൾ ആയിരിക്കും. നിങ്ങളുടെ എനർജി വളരെ ബ്യൂട്ടിഫുൾ എനർജി ആയിരിക്കും. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ലീഡർ പോലെയുള്ള ഒരു വ്യക്തിയായിരിക്കും. എവിടെ ചെന്നാലും പ്രകാശം പരത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളായിരിക്കാം ആ ഒരു വ്യക്തി. അതായത് നിങ്ങൾ രണ്ടുപേരിൽ ആർക്കോ ഒരു ഫയർ എനർജി ഉണ്ട്, അതിനെ ആളി കത്തിപ്പിക്കുന്ന തീ ആയിരിക്കാം, ആ ഒരു കാറ്റ് എനർജി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവും. ഒന്നുകിൽ നിങ്ങളായിരിക്കാം അവരുടെ ആ ഒരു വിൻഡ് എനർജി, അല്ലെങ്കിൽ ആ ഒരു എയർ എനർജി, അവർ ഫയർ എനർജി ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഫയർ എനർജി ആയിരിക്കാം. അങ്ങനത്തെ ഒരു ബ്ലെൻഡ് ആണ് ഇതിനകത്ത് കാണുന്നത്. അതായത് ഒന്നുകിൽ ഞാൻ മുകളിൽ നിൽക്കാം, നീ താഴെ നിൽക്കും, അല്ലെങ്കിൽ നീ താഴെ നിൽക്കും, ഞാൻ മുകളിൽ നിൽക്കാം, അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു എനർജി. ആൻഡ് രണ്ട് എനർജിയും ഫയർ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കത്തിച്ച് നശിപ്പിച്ച് കളയുന്ന കൈൻഡ് ഓഫ് എനർജി, ഒരു ട്രൊമെൻഡസ് ആയിട്ടുള്ള ഒരു എനർജി ഷിഫ്റ്റ് നിങ്ങളുടെ മാരേജ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഐ തിങ്ക് വേറെ ആർക്കും ഈ ഒരു കൈൻഡ് ഓഫ് ഇമോഷൻ തരാൻ സാധിക്കില്ല, അല്ലെങ്കിൽ വേറെ ആർക്കും അതൊന്നും പറ്റത്തില്ല. ദിസ് ഇസ് ദ വൺ, ഈ ഒരു പേഴ്സണ് മാത്രമേ എനിക്ക് ബട്ടർഫ്ലൈസ് ഫീലിംഗ് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനത്തെ ഒരു വൈബിലേക്ക് നിങ്ങൾ വീഴുന്നതായിട്ട്, അല്ലെങ്കിൽ അത്രത്തോളം മച്ച് മോർ ഈ ഒരു പേഴ്സന്റെ ക്യാരക്ടർ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്ന പോലെ. അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് പല പല സൈക്കിളിലേക്ക് നിങ്ങൾ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ ബട്ടർഫ്ലൈസിനെ കാണാറുണ്ടായിരിക്കാം. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് സൈൻ ആണ് എന്നാണ് പലപ്പോഴും എനിക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ബേബി കോമറ്റിനെ കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. യൂണിവേഴ്സുമായിട്ട് ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും അടുത്തിട്ടുണ്ടാവും. ബിക്കോസ് നിങ്ങൾ കൈൻഡ് ഓഫ് ഒരു ബാലൻസ്ഡ് എന്നാണ്, ഒരു ഇംബാലൻസ്ഡ് വീണ്ടും ഒരു ബാലൻസ്ഡ്, അങ്ങനത്തെ ഒരു എനർജി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് നിങ്ങളൊരു ലൂപ്പ് ഹോളിൽ കിടന്ന് കറങ്ങുകയാണ്. കാരണം ഡിറ്റാച്ച് ആയി പോയാലും പിന്നെയും വരും, ഡിറ്റാച്ച് ആയി പോയാലും പിന്നെയും വരും, മാരേജ് കഴിഞ്ഞാലും ഡിറ്റാച്ച് ആവും പിന്നെയും വരും, ഡിറ്റാച്ച് ആവും പിന്നെയും വരും, അങ്ങനത്തെയാണ്. പക്ഷെ നിങ്ങൾ ചേരുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്തു എന്നൊരു എനർജിയാണ്. മെയിൻലി ഞാൻ പിന്നെയും പറഞ്ഞു, നിങ്ങൾ കൈൻഡ് ഓഫ് ഒരു ഫയർ എനർജിയിലാണ് നിൽക്കുന്നത്. അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒന്നുകിൽ നിങ്ങൾ എയറോ ഫയറോ ആകാം, ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടും ഫയർ ആകാം. കാരണം ഫയർ എനർജി ആ ഒരു മാജിക്കൽ എനർജി എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. ആ ഒരു പേഴ്സണെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് വരുന്നു എന്നൊക്കെ പറയില്ലേ, ആ ഒരു എനർജി. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ എനർജി എനിക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നുന്നത്. ഒന്നുകിൽ ഭയങ്കര ലിവിങ് എക്സ്പെൻസ് ഇവർക്ക് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഇവർ ഭയങ്കര എക്സ്പെൻസീവ്, മറ്റേ പ്രീമിയം പ്രൊഡക്ട്സ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സോണിൽ വരുന്ന ആൾക്കാരായിരിക്കാം.
അതായത് അവര് ജീവിപ്പിച്ച് കൊണ്ടുപോകണമെങ്കിൽ പൈസ വേണം. അത് അവര് യൂട്ടിലൈസ് ചെയ്യുകയാണോ സേവ് ചെയ്യുകയാണോ എന്നറിയില്ല. പക്ഷെ ഇവർ എക്സ്പെൻസീവ് ആയിരിക്കും. ഇവരുടെ കൂടെ നിങ്ങൾ ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടായിരിക്കണം. കാരണം മണി മാറ്റേഴ്സ് എ ലോട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ വളരെയധികം റിച്ച് ആയിരിക്കും എന്നത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. വളരെയധികം റിച്ച് ആയിരിക്കും ഈ ഒരു പേഴ്സൺ. ഒന്നുകിൽ ഈ ഒരു പേഴ്സന്റെ ഫാമിലിയിൽ നിന്ന് തന്നെ അയാൾക്ക് കിട്ടും, അല്ലെങ്കിൽ അവർക്ക് കിട്ടും, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ട്രമൻഡസ് വെൽത്ത്. ചിലപ്പോൾ നല്ലൊരു ജോലി ഉണ്ടായിരിക്കാം, അത് കളഞ്ഞിട്ടായിരിക്കാം ബിസിനസ്സിലൊക്കെ ഇറങ്ങുന്നത്. നമ്മൾ വിചാരിക്കും എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നതെന്ന്. ബട്ട് ഈ ഒരു പേഴ്സണ് പൈസയിൽ ഭയങ്കര മേ ബി ആർത്തിയായിരിക്കാം, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി, അല്ലെങ്കിൽ പൈസയുടെ മുകളിൽ മറിഞ്ഞു നടക്കുന്ന ഒരാളായിരിക്കാം. അവർക്ക് എല്ലാം അച്ചീവ് ചെയ്യാൻ സാധിക്കും. സത്യം പറഞ്ഞ പൈസ കൊണ്ട് അഹങ്കാരം വരിക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരു എനർജി വൈബ്രേഷനിൽ, ഫെയിമിന്റെ എനർജി വൈബ്രേഷനിൽ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്നൊരു രീതിയിൽ അത് കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് ചെറിയൊരു കാർമിക് സൈക്കിൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പോസിന്റെ അടുത്ത് നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെറുതാണ് അവർ വലുതാണ് എന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളും അങ്ങനത്തെ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ബിക്കോസ് ഇവരെ ഡീൽ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവർ ഭയങ്കര ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ആൻഡ് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കൺസെപ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മൾ നിന്ന് പോകണമെങ്കിൽ നമ്മൾ സ്വന്തമായി നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ടി വരും എന്നാണ് കാണുന്നത്. അതായത് ഇവരുടെ കൂടെ ജീവിച്ചു പോകുന്നത് ബുദ്ധിമുട്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങളും അത്രത്തോളം ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരാളായിരിക്കണം. ഇല്ലെങ്കിൽ അവരുടെ വാക്ക് കൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മളെ പലപ്പോഴും നീ ഇത്രയല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ നിനക്ക് അതില്ലല്ലോ, നിനക്ക് ഇതില്ലല്ലോ, അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നതായിട്ട് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു പേഴ്സൺ ലൈഫ് ലെസൺ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ക്രിയേറ്റ് ചെയ്ത വൂണ്ടുകളിൽ നിന്ന് ഹീൽ ചെയ്യേണ്ടതും ലൈഫ് ലെസൺ പഠിക്കേണ്ടതായിട്ടുണ്ടാവും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും നിങ്ങളുടെ ഫാമിലി ലൈഫ് എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ മേ ബി മെറ്റീരിയലിസ്റ്റിക് ലൈഫിലും സെക്സിനോടും ഒക്കെ ഈ ഒരു പേഴ്സൺ വളരെയധികം താല്പര്യം ഉണ്ടായിരിക്കും. ഈ ഒരു പേഴ്സൺ റീച്ച് ഔട്ട് ചെയ്യുന്നത് പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ആയിരിക്കും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഫാമിലി ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ വരുമ്പോഴായിരിക്കും ഈ ഒരു പേഴ്സൻ്റെതായിട്ടുള്ള കറക്റ്റ് ഫോം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുക. മേ ബി ഞാൻ പറഞ്ഞല്ലോ, ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം താല്പര്യപ്പെടുന്ന, പല കാര്യങ്ങളിലും എക്സ്പെരിമെന്റ് ചെയ്യുന്ന, ചിലപ്പോൾ മേ ബി നമ്മളെ അത് വേദനിപ്പിക്കും എന്ന് തോന്നിയാൽ പോലും അവർ അവരുടേതായിട്ടുള്ള പ്ലഷർ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ മേ ബി ഒത്തിരി അഡിക്റ്റീവ് നേച്ചർ ഈ പേഴ്സൺ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ മേ ബി ആൽക്കഹോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പ്രവണത മേ ബി ഒരു പേഴ്സൺ ഉണ്ടായിരിക്കാം. തൻ്റെ ഫ്രീഡം മൊത്തമായി അനുഭവിക്കണം, തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അനുഭവിക്കണം എന്നുള്ള രീതിയിൽ വൈബ്രേഷനിൽ നിൽക്കുന്ന ആളായിരിക്കാം. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ വരും, നിങ്ങളെ കരയിക്കും, അതിനുശേഷം ഡിറ്റാച്ച് ആയി പോകും. അതിനുശേഷം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. അങ്ങനെയായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് സെറ്റ് ആവുക. മേ ബി ഒരു ലവ് ആയിരിക്കാം, ഇല്ലെങ്കിൽ മേ ബി ഒരു മാരിഡ് സ്റ്റേജിൽ നിന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സോണിലേക്ക് പോയേക്കാം. എന്നിട്ടായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ട് വരുന്നത്. മുന്നോട്ട് പോവുകയോ അതോ ഇതിൽ വെച്ചോണ്ടിരിക്കുകയോ ഇല്ലയോ എന്നതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ചോയ്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കണക്ഷനിൽ നിന്ന് സെപ്പറേറ്റ് ആകാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. പക്ഷെ മേ ബി ബിക്കോസ് ഓഫ് കാർമിക് ആയിട്ടുള്ള എന്തൊക്കെയോ ബാഗേജ് കിടക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് അത്രത്തോളം പോസിറ്റിവിറ്റി ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങളിപ്പോൾ സിംഗിൾ ആണ്, നിങ്ങൾ എന്നിട്ട് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പേടിയാവുന്നുണ്ട്, അല്ലെങ്കിൽ വിവാഹം കഴിക്കേണ്ട എന്ന രീതിയിൽ തോന്നുകയാണെങ്കിൽ ഇത് വിവാഹം കഴിച്ചിട്ട് തന്നെ ഉണ്ടാകണം എന്നില്ല. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എത്രയോ ആൾക്കാർ വിവാഹം കഴിക്കുന്നില്ല, ലിവിങ് ടുഗദർ അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മൾ നമ്മുടേതായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുവെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിവാഹം തന്നെ കഴിക്കണമെന്നില്ല നിങ്ങളുടെ സ്പോസ് ആവാൻ. ഓക്കെ, നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് തന്നെ തീരും. നമ്മൾ മെറ്റീരിയലിസ്റ്റിക്കലി ഒരു കാര്യം രജിസ്റ്റർ ചെയ്തു എന്നാൽ മാത്രമല്ല നമ്മുടെ സ്പോസ് ആവുന്നത്. ഓക്കെ, നമ്മുടെ പകുതി എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരാം, സെപ്പറേറ്റ് ആകാം, ചിലപ്പോൾ നമ്മൾ അവർക്ക് സെക്കൻഡ് ചാൻസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. എനിക്കതിനകത്ത്
ഒരു 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 പോസിറ്റിവിറ്റി കാണുന്നുണ്ടെങ്കിലും കൈൻഡ് ഓഫ് ഒരു ഈഗോയിസ്റ്റിക് നേച്ചർ, ഒരു കമണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ കൈൻഡ് ഓഫ് രീതിയിലുള്ളൊരു നേച്ചർ എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സണ്. മേ ബി നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ നേച്ചർ ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കാം. പക്ഷേ നിങ്ങൾ ലവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ നിന്ന് ഡിറ്റാച്ച് ആയി പോകാൻ സാധിക്കുകയില്ല എന്ന ഇമോഷനിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടായിരിക്കും. യെസ്, ഇത് നിങ്ങൾക്ക് പെയിൻ തരുന്നുണ്ട്, പക്ഷെ എവിടെയൊക്കെ നിങ്ങൾക്ക് ഗെയിനും കിട്ടുന്നുണ്ട് എന്ന് വിശ്വസിച്ച് സമാധാനിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ സ്വയം വിശ്വസിക്കുന്ന ഒരവസ്ഥയിൽ എനിക്ക് കാണുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നതായിട്ടുള്ള ഇമ്പാക്ട് എനിക്ക് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടി, ചിലപ്പോൾ മേ ബി സൊസൈറ്റി അതാണ് ഇതാണെന്ന് പറഞ്ഞൊക്കെ നിങ്ങൾ കടിച്ചു തൂങ്ങി നിൽക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് കണക്ഷനുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേ തീരുകയുള്ളൂ. അതിലേക്ക് പോകേണ്ടതായിട്ടുള്ള ആവശ്യം നിങ്ങൾക്കുണ്ട്, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ ഈ ഒരു മേജർ ഇങ്ങനത്തെ ഒരു പെയിൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ഈ ഒരു പേഴ്സണിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പാർട്ട്ണറിനെ കിട്ടാം. എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഈ ഒരു പേഴ്സൺ ഇവോൾവ് ആകാനുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഈ ഒരു ഫേസിലൂടെ കടന്നു പോയിട്ടേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓക്കെ ആകാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജ്, അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ പകുതിയെ കണ്ടുപിടിക്കുന്നത്, നിങ്ങളുടെ സ്പോസിനെ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഡിലേ ആകും. നിങ്ങൾക്ക് ഈ ഒരു കാർമിക് സൈക്കിളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഡെസ്റ്റിൻഡ് ആണ് ഈ ഒരു കാർമിക് സൈക്കിൾ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു പേഴ്സൺ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പ്രസന്റിലെ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് എനിക്ക് തോന്നുന്നത് ഓൾറെഡി നിങ്ങൾ ഈ ഒരു പേഴ്സണെ മീറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫേസിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കണം. അതുകൊണ്ടായിരിക്കണം ഈ ഒരു പേഴ്സൺ ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവുക. ആൻഡ് നിങ്ങൾ ഏകദേശം നിങ്ങളുടേതായിട്ടുള്ള കൺക്ലൂഷനിലേക്ക് എത്താൻ പോവുകയായിരിക്കും. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടല്ല, നിങ്ങൾ ഫേസ് ചെയ്തു ഓൾറെഡി എന്നൊരു ഇമോഷനാണ് എനിക്ക് കിട്ടുന്നത്. സോ ഇതിനൊരു സെക്കൻഡ് ചാൻസ് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു സെക്കൻഡ് ചാൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. സോ അത് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം. എന്താണെങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പോസുമായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ ആ ഒരു ഡിഫിക്കൽട്ട് പീരീഡ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു ലൈഫിൽ ഇത് അനുഭവിച്ചതിന് ശേഷമേ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഇതൊരു ട്വിൻ ഫ്ലെയിം കൈൻഡ് ഓഫ് എനർജി ആയിരിക്കാം, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇംബാലൻസും ഉണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു പേഴ്സൺ ഹൈ പ്രൊഫൈലുള്ള വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ഫെയിം ഉള്ള ഒരാളായിരിക്കും എന്ന് കാണുന്നുണ്ട്. ഈ ഒരു പേഴ്സണുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. പലപ്പോഴും ഇത് നിങ്ങൾ കൈൻഡ് ഓഫ് നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടില്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ തന്നെ നമ്മളുടെ അടുത്ത് നിന്ന് ചിലപ്പോൾ ഡിറ്റാച്ച് ആയി പോകും. ഇത് പല പല എനർജീസ് ഇതിനകത്ത് വരുന്നുണ്ട്. സോ എനിക്ക് സെക്കൻഡ് പൈലിൽ കിട്ടുന്നത് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ, നിങ്ങളുടെ സ്പോസുമായിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഈ ഒരു കാര്യം നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ഇങ്ങനെ ആയിരിക്കാം ഇതിൻ്റെ വശങ്ങൾ എന്നതിനകത്ത് കാണുന്നുണ്ട്. അത് തന്നെയായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പോയ്സിൻ്റെ എനർജി എന്ന് പറയുന്നത്. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഡിറ്റാച്ച് ആയി നിൽക്കാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സോൾമേറ്റ്സിനെ കണ്ടെത്താൻ സാധിക്കുമായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ വിവാഹം ഒരു ഡിവോഴ്സിലേക്ക് എത്തുന്നുണ്ടായിരിക്കും, നിങ്ങൾ അൺസാറ്റിസ്ഫൈഡ് ആയിരിക്കും. അങ്ങനെയുള്ള രീതികളൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ഒരു ഫേസിലൂടെ കടന്നു പോയേ പറ്റുകയുള്ളൂ. ഈ ഒരു ഫേസിൽ ഓൾറെഡി നിങ്ങൾ കടന്നു പോയതാണെങ്കിൽ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയൊരു കണക്ഷനിലേക്ക് പോകാം, ഇല്ലെങ്കിൽ സെക്കൻഡ് ചാൻസ് അവർക്ക് കൊടുക്കാവുന്നതാണ്. എന്താണെങ്കിലും ഇങ്ങനൊരു ചാൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. മോർ ഓവർ ഇത് നിങ്ങളുടെ സ്പോസിന്റെ അടുത്തേക്കുള്ള, നിങ്ങളുടെ സ്പോസിന്റെ വൈബ്രേഷനേക്കാൾ എനിക്ക് തോന്നുന്നു യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് വേറെന്തോ കാര്യങ്ങളാണ് പറയാൻ താല്പര്യപ്പെടുന്നത്. നിങ്ങൾ എന്തൊക്കെയോ ട്രോമയിലായിരിക്കാം, നിങ്ങളത് ഹീൽ ചെയ്യൂ എന്നൊരു എനർജിയാണ് എനിക്ക് ഇതിനകത്ത് കിട്ടുന്നത്. എനിക്കറിയില്ല ഇത് എത്ര ആൾക്കാർക്ക് റെസൊണേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ അടുത്ത് എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഡെസ്റ്റിൻഡ് ആയതുകൊണ്ടാണ് നിങ്ങൾ അനുഭവിച്ചത്. ഇനിയും നിങ്ങൾക്ക് ഇത് തന്നെ റെസിപ്രോക്കേറ്റ് ചെയ്യും, ഇത് തന്നെ തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ളൊരു മണ്ടൻ ചിന്താഗതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അല്ല, ഇത് നിങ്ങൾ ഫേസ് ചെയ്ത് കഴിഞ്ഞുവെങ്കിൽ നിങ്ങളുടെ ഫേസ് കഴിഞ്ഞു. മോസ്റ്റ് ഓഫ് എനിക്ക് തോന്നുന്നു ഡിവോഴ്സ് ആകാൻ പോകുന്ന, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഇങ്ങനെ ഒരു ഫിയർ ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനൊരു വൈബ്രേഷൻ നിന്ന് കഴിഞ്ഞിട്ട് ഇനി മുന്നോട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയാത്ത ഒരു എനർജിയിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. കണ്ടു, ഈ ഒരു എനർജിയിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് പോസിബിൾ ആണ് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. മോറോവർ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പോസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലുള്ള ട്രോമാസ് നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. ബിക്കോസ് അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ റൊമാൻറ്റിക് ഫീലിങ്സ് ആൻഡ് ന്യൂ ബിഗിനിങ്, ന്യൂ ലവ് ആണ് ഉണ്ടാവുക. നിങ്ങളുടെ ജീവിതത്തിലുള്ള തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസുകൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം അത് വരുന്നത്. സോ മാനിഫെസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. സോ ഇത് നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വൈബ്രേഷനിൽ നിൽക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സമയമായി. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ്, ചിലപ്പോൾ അതൊരു മാരേജിലേക്ക് കലാശിക്കില്ലായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പോസ് എനർജിയിലേക്ക് മെറ്റീരിയലിസ്റ്റിക്കലി കൊണ്ടുവരാൻ സാധിക്കില്ലായിരിക്കും. പക്ഷെ ആഫ്റ്റർ ദിസ് ഓൺലി നിങ്ങളുടെ പേഴ്സണെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈഡ് പേഴ്സണെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു ഭയങ്കര യൂണിവേഴ്സൽ മെസ്സേജ്
സം കൈൻഡ് ഓഫ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന സീക്രട്ട് റിവീൽ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. സോ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഇതൊന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ഫർദർ മോർ സപ്പോർട്ട് ചെയ്യുക. ഫർദർ മോർ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യുക, ബിക്കോസ് നിങ്ങൾക്ക് ഫർദർ മോർ ക്ലാരിറ്റി ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. ആൻഡ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഈ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ യു വാണ്ട് ഹീലിംഗ്, റൈറ്റ്? മറ്റുള്ള ആൾക്കാരുടെ സംസാരിക്കാനും ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാനുമുള്ള ഹീലിംഗ് എനർജി നിങ്ങൾക്ക് വേണം. മേ ബി അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഒരു അക്വാമറൈനെ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങളുടെ പാർട്ട്ണർ മോശമാണ് എന്നല്ല ഞാൻ ഒരിക്കലും പറയുന്നത്, പക്ഷെ നിങ്ങൾക്ക് ഒത്തിരി ഹീലിംഗ് എനർജിയുടെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഫയർ എനർജിയിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ട്രെമൻഡസ് ഫയർ എനർജിയിൽ നിൽക്കുമ്പോൾ അത് ബാലൻസ് ചെയ്യണം. ഒത്തിരി തീ ആളി കത്തിപ്പോയാൽ അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും, അല്ലെ? ഒത്തിരി കാറ്റ് നമ്മൾ തീക്ക് വീശി കൊടുത്താലും അത് നമ്മളെ നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഹീലിംഗ് എനർജിയിൽ നിൽക്കുക, ഒരു വാട്ടർ ബേസ്ഡ് എനർജിയിൽ നിൽക്കുക എന്നതായിരിക്കും യൂണിവേഴ്സ് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങളുടെ ഫാമിലി ലൈഫ് ബെറ്റർ ആകാൻ വേണ്ടി നിങ്ങൾക്ക് ആണെങ്കിൽ ഉന്നക്കായിട്ട് ബ്രേസ്ലെറ്റും അക്വാമറൈനും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിങ്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ ഇനിയും ഒരു വീഡിയോ ആയിട്ട് കാണാൻ. ബൈ ബൈ.